യെശയ്യാ 48:12 മുതൽ 22 വരെ. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കാം. ഞാൻ അനന്യൻ, ഞാൻ ആദിത്യനും ഞാൻ അന്ത്യനും ആകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്ത് വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയ്ക്കും ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുകയും. അവരും ഇത് പ്രസ്താവിച്ചു. യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവൻ്റെ ഹിതവും കൽദയരോട് അവൻ്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവൻ്റെ വഴി സാധ്യമാക്കും. നിങ്ങൾ അടുത്തു വന്നു ഇത് കേൾപ്പിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും എൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും എൻ്റെ വീണ്ടെടുപ്പുവാനുമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചില്ലെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മൽത്തരി പോലെയും ആകുമായിരുന്നു. നിന്റെ പേർ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുകയില്ലായിരുന്നു. ബാബേലിൽ നിന്നും പുറപ്പെടുകയും ഉല്ലാസഘോഷത്തോടെ കൽദയരെ വിട്ട് ഓടിപ്പോകുകയും. ഇത് പ്രസ്താവിച്ച് കേൾപ്പിപ്പീൻ. ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസ്തുതമാക്കുകയും. യഹോവ തൻ്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറവീൻ. അവൻ അവരെ ശുദ്ധപ്രദേശങ്ങൾ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. അവ പാറ തുറന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യും.